നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് അധികം ആളുകൾക്കും അറിയാത്ത ഒരു ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വാട്സപ്പിൽ കീബോർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ആ ട്രിക്ക് ചെയ്യാൻ സാധിക്കുന്നത്. എന്താണ് നോക്കാം, വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്സപ്പിനകത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ്. ഞാനിവിടെ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. വാട്സപ്പിനകത്ത് നമ്മൾ പലപ്പോഴും ഒരുപാട് വലിയ മെസ്സേജുകളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും മെസ്സേജ് നമുക്ക് ആവശ്യമില്ലെന്ന് കരുതി നമ്മൾ ഡിലീറ്റ് ചെയ്തൊരു മെസ്സേജ്, ആ മെസ്സേജ് നമുക്ക് പെട്ടെന്ന് ആവശ്യം വന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാനുള്ള സൗകര്യം, അതായത് നമ്മൾ ഡിലീറ്റ് ചെയ്തു പോയ മെസ്സേജ് നമുക്ക് പെട്ടെന്ന് രണ്ടാമത് നമ്മൾ ടൈപ്പ് ചെയ്യാതെ തന്നെ ആ മെസ്സേജ് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവന്ന മെസ്സേജ് വീണ്ടും ആവശ്യമില്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ ആ ടെക്സ്റ്റ് ചെയ്ത മെസ്സേജ് മാത്രം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കീബോർഡ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ കീബോർഡിൻ്റെ അടുത്ത ഭാഗത്ത് ഈ 4 ഡോട്ട് കാണുന്നത്, ഈ കാണുന്ന 4 ഡോട്ടിനകത്തൊന്ന് ക്ലിക്ക് കൊടുക്കുക. അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം അൺഡു എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത്, നിങ്ങളുടെ കീബോർഡിനകത്ത് മുകളിൽ ഈ കാണുന്ന ഐക്കണിലായിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ എൻ്റെ ഫോണിനകത്ത് ഇവിടെ ലാസ്റ്റ് ഈ ഒരു ഭാഗത്താണ് കാണുന്നത്. അപ്പോൾ ഞാനിതെടുത്ത് മുകളിലോട്ട് കൊണ്ടുവരും. ഇത് നേരെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് ഏറ്റവും മുകളിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ട ആ ഒരു ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യാനുള്ള, നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത്, അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് എന്ന മെസ്സേജ് ടൈപ്പ് ചെയ്തു. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിരുന്നതിന് വേണ്ടി മെസ്സേജാണ്. ഇപ്പോൾ ഞാനിവിടെ ഗുഡ് മോർണിംഗ് എന്നുള്ള മെസ്സേജ് ഞാൻ ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ തന്നെ താഴെ ഭാഗത്തൊരു ഓപ്ഷൻ വന്ന് കാണാം, അൺഡു എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ അൺഡു എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ ടൈപ്പ് ചെയ്ത് അറിയാതെ ഡിലീറ്റ് ചെയ്ത് പോയതാണെങ്കിൽ ആ മെസ്സേജ് അപ്പോൾ തന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നപ്പം റിഡോ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും പുതുതായിട്ട്. അതിനകത്ത് വീണ്ടും ക്ലിക്ക് ചെയ്താൽ നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന മെസ്സേജ് നമുക്ക് വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അതായത് നിങ്ങൾ വാട്സപ്പിനകത്തൊക്കെ വലിയ മെസ്സേജുകൾ ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ സുഹൃത്തുമായിട്ട് ചാറ്റ് ചെയ്യാണ്. അപ്പോൾ കീബോർഡിനകത്ത് നിങ്ങൾ സ്പീഡിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേർഡ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ഡിലീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ വേർഡ് വീണ്ടും തിരിച്ചു കൊണ്ടുവരണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ അൺഡു എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന മെസ്സേജ് വീണ്ടും വേണ്ട എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റിഡോ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ മെസ്സേജ് ഡിലീറ്റ് ആയി പോകുന്നത് കാണാൻ സാധിക്കും. അപ്പം നമ്മുടെ വാട്സപ്പിനകത്ത് ഈ ചാറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളാണ്. പ്രത്യേകിച്ച് വലിയ മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്ത് അയക്കുന്ന ആളുകൾക്ക് ചില ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ അറിയാതെ ഡിലീറ്റ് ആയി പോകും. ഡിലീറ്റ് ആയി പോയാൽ നമുക്ക് വീണ്ടും അത് ടൈപ്പ് ചെയ്ത് കൊണ്ടുവരണം. അപ്പം ആ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് ടൈപ്പ് ചെയ്തതിന് പകരം ഇവിടെ അൺഡു എന്ന് കാണുന്ന ഈ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഡിലീറ്റ് ആയിപ്പോയ മെസ്സേജ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഗൂഗിളിൻ്റെ ജീബോർഡ് എന്നുള്ള കീബോർഡിനകത്താണ് നിങ്ങൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഉള്ളത്. ഒട്ടനേകം ഫീച്ചറുകളുള്ള ഒരു കീബോർഡാണ്, സാധാരണ നോർമൽ കീബോർഡിലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വോയിസിലൂടെ മലയാളം ടൈപ്പ് ചെയ്യാനും അതിന് ഒട്ടനേകം ഫീച്ചറുകളുണ്ട്. ഒരുപാട് വീഡിയോ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഗൂഗിളിൻ്റെ ജീബോർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഈ ഫീച്ചർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.